കാര്യവട്ടം ക്യാമ്പസിലെ KSU-SFI സംഘർഷത്തിൽ സഭയിൽ ഭരണ പ്രതിപക്ഷ ബഹളം. SFIക്ക് ഇടിമുറിയുടെ ഭീകരതയെന്ന് പ്രതിപക്ഷം. SFI ആയതുകൊണ്ട് മാത്രം 35 പേർ കൊല്ലപ്പെട്ടുവെന്ന് മുഖ്യമന്ത്രി. ഈ കേരളത്തിലെ ഏറ്റവും ഒടുവിൽ രക്തസാക്ഷിയായ ധീരജ് രാജേന്ദ്രൻ അടക്കം 35 പേരാണ് SFIയുടെ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗം അക്രമികൾക്ക് ക്യാമ്പസുകളിൽ അഴിഞ്ഞാടാനുള്ള ആഹ്വാനമെന്ന് പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ നിയമസഭാ പ്രസംഗം ക്യാമ്പസുകളിൽ വീണ്ടും അക്രമികൾ അഴിഞ്ഞാടുന്നതിന് വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ പേട്രണേജാണ് മുഖ്യമന്ത്രി പരസ്യമായിട്ട് ഇവിടെ നൽകിയത്. ഭരണ പ്രതിപക്ഷ ബഹളത്തിൽ സഭ പിരിഞ്ഞു. പെൻഷൻ തടഞ്ഞുവെച്ചതായി കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പാൾ M. രമ. SFIക്കെതിരെ വിമർശനം ഉന്നയിച്ചതിന്റെ പ്രതികാര നടപടിയെന്ന് ആരോപണം. കോളേജിൽ നിരവധി ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെന്നും M. രമ. +1 അപേക്ഷിച്ചവർക്കെല്ലാം പ്രവേശനം ലഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. മലപ്പുറം ജില്ലയിലെ സീറ്റ് ക്ഷാമം പരിശോധിക്കാൻ 2 ഉന്നത ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികളെന്നും വിദ്യാഭ്യാസ മന്ത്രി. എഴുത്തും വായനയും അറിയില്ല എന്ന് പറഞ്ഞത് ചില കുട്ടികളുടെ മാത്രം കാര്യമെന്ന് ആവർത്തിച്ച് മന്ത്രി സജി ചെറിയാൻ. വീണ്ടും ജീവനെടുത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം. കോഴിക്കോട് ചികിത്സയിലായിരുന്ന 12-കാരൻ മരിച്ചു. മരിച്ചത് ഫറോക്ക് സ്വദേശി മൃദുൽ. 2 മാസത്തിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരത്താൽ മരിച്ച കുട്ടികളുടെ എണ്ണം 3 കോഴിക്കോട് എലത്തൂരിൽ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് 75 പേർക്ക് പരിക്ക്. അപകടം ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന് സമീപം. മുളന്തുരുത്തിയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച ആളുടെ കാർ അപകടത്തിൽപ്പെട്ടു. മുളന്തുരുത്തി സ്വദേശി തമ്പിക്ക് ഗുരുതര പരിക്ക്. നഗരത്തിന് പുറമെ സംസ്ഥാനത്തെ ഗ്രാമീണ റോഡുകളിലും ദുരിതയാത്ര. കണ്ട ഭാവമില്ലാതെ അധികൃതർ. കേരള വിഷൻ ന്യൂസിന്റെ വാർത്താ പരമ്പര തുടരുന്നു. എന്നാവാ കുഴിയടയ്ക്കാം. ഇന്ത്യൻ ടീം നാട്ടിലെത്തി. കയ്യിൽ 2020 ലോക കിരീടം. ഡൽഹി വിമാനത്താവളത്തിൽ വമ്പൻ സ്വീകരണവുമായി ആരാധകർ. ടീം അംഗങ്ങൾക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കി പ്രധാനമന്ത്രി. വൈകിട്ട് മുംബൈ വാങ്കഡയിൽ റോഡ് ഷോ.